MS ലിഷോയ്, അതായത് നേരത്തെ അനിൽകുമാർ പറഞ്ഞു കരാറുകാരുടെ പേരും അതുമായി ബന്ധപ്പെട്ട് അവരെ ബന്ധപ്പെടാനുള്ള നമ്പറും ഒക്കെ എല്ലാ റോഡുകളിലും നിർമ്മാണം പൂർത്തിയായ റോഡുകളിലൊക്കെ ഉണ്ടെന്ന്. ഇപ്പം മുഖ്യമന്ത്രി ഈ വഴിമാറി സഞ്ചരിച്ച ഈ കുന്നംകുളം തൃശ്ശൂർ റോഡിൽ അങ്ങനെയുണ്ടോ? ആ ബോർഡുണ്ടോ? അല്ല, കുന്നംകുളം തൃശ്ശൂർ റോഡിൻ്റെ പണി ഇതുവരേക്കും പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് 2022 കൂടി ആരംഭിച്ച റോഡ് പണിയാണ്. അത് പുതുക്കി പണിയുന്നതിന് വേണ്ടി, അതായത് നിലവിൽ അത് റബ്ബറൈസ്ഡ് റോഡായിരുന്നു. അത് മാറ്റി 25 വർഷത്തിലധികം ഗ്യാരണ്ടിയുള്ള കോൺക്രീറ്റ് റോഡുകളാക്കുന്നതിന് വേണ്ടിയുള്ള ജോലികളാണ് അവിടെ പുരോഗമിക്കുന്നത്. തൃശ്ശൂർ മുതൽ കുന്നംകുളം വരെയുള്ള ഭാഗത്ത് അത്തരത്തിലുള്ള റോഡ് നിർമ്മിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി തൃശ്ശൂർ പുഴയ്ക്കൽ ഭാഗത്ത്, പൂങ്കുന്നം മുതൽ പുഴയ്ക്കൽ വരെയുള്ള ഭാഗത്ത് ഇതിൻ്റെ ജോലികൾ ഒരുവിധം പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ പുഴയ്ക്കൽ ഭാഗത്ത് തന്നെ കുറച്ച് ഭാഗങ്ങൾ വളരെയധികം റോഡ് മോശമായി കിടക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നീട് ഈ കോൺക്രീറ്റ് റോഡ് തുടങ്ങുന്നത് പേരാമംഗലം ഭാഗത്തു നിന്നാണ്. പേരാമംഗലം മുതൽ മുണ്ടൂര് കഴിയുന്നത് വരേക്കും ഈ കോൺക്രീറ്റ് റോഡുണ്ട്. അതിനുശേഷമാണ് ഈ റോഡിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ പണി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അറ്റകുറ്റപ്പണിയും നടക്കുന്നില്ല. ഇത്തരത്തിൽ റോഡ് പണി നടക്കുന്നതിനാൽ അറ്റകുറ്റപ്പണി നടത്തിയാൽ കരാറുകാരന് നഷ്ടമാകും എന്നുള്ളൊരു വാദമാണ്. കാരണം ആ റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടുമില്ല. നമുക്ക്